ഡാനിയൽ ജോൺ കറുസോയുടെ പുതിയ സിനിമയാണ് മേരി. ബൈബിളിൽ നമ്മൾ ഇതുവരെ വായിക്കാത്ത മേരിയെക്കുറിച്ചും ജോസഫിനെക്കുറിച്ചും സിനിമ സംസാരിക്കുന്നുണ്ട്. അതിലൊരു കാഴ്ച ഇങ്ങനെയാണ്. ജോസഫ് നാട്ടുകാർ പറഞ്ഞാണ് മേരിയുടെ വിശേഷം അറിയുന്നത്. ദേഷ്യപ്പെട്ട് മേരിയുടെ വീട്ടിൽ വന്ന് മുട്ടുന്നുണ്ട്. ജോവാക്യം ആ കഥക് തുറക്കുന്ന കാര്യങ്ങൾ അത്ര ശരിയല്ലെന്ന് മനസ്സിലായപ്പോൾ ജോവാക്യം പറഞ്ഞു, ജോസഫ് മേരി ഇവിടെ ഇല്ല. അങ്ങനെ മേരിയെ തേടി ജോസഫ് പോവാ. പക്ഷെ മേരി അകത്തുണ്ടായിരുന്നു. മേരി പറഞ്ഞു, അപ്പം ഞാൻ ജോസഫിനോട് സംസാരിക്കാം, ജോസഫിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മേരി ജോസഫിനെ തേടി പോവാണ്. ഒരു വൈകുന്നേര സമയമാണ്. ജനക്കൂട്ടത്തിനിടയിലൊക്കെ പോകുന്നത്. ജനങ്ങൾ മേരിയെ തിരിച്ചറിയുന്നു. ഉടനെ തന്നെ അവൾക്ക് ചുറ്റും കൂടാണ്. അവളെ വഴക്ക് പറയാണ്, അവളെ തെറി വിളിക്കുകയാണ്, ടെമ്പിൾ വോർ എന്നൊക്കെ വിളിക്കുന്നത്. എന്നിട്ട് കല്ലെടുത്ത് അവളെ എറിയാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ജോസഫ് കയറി വരുന്നത്. ജോസഫ് കയറി വരുമ്പോൾ നാട്ടുകാർ പറയും, എടാ നീ ആദ്യത്തെ കല്ലെറി, നിന്നല്ലേ അവൾ പറ്റിച്ചേ. അങ്ങനെ ജോസഫിൻ്റെ കയ്യിലൊരു കല്ല് കൊടുക്കും. ഇപ്പോൾ ജോസഫ് അവളെ എറിയാനൊന്നും അടുത്ത് ചെന്നിട്ട് സാഹസികമായിട്ട് അവളെ ആ ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ജോസഫും മേരിയും പിന്നെ ഒരു ഗുഹയിലിരിക്കുക, ഒളിച്ചിരിക്കുക. ആ സമയത്ത് വളരെ ശാന്തമായിട്ട് മേരി ജോസഫിനോട് പറയുന്നുണ്ട്, ജോസഫെ നീ എന്നെ വിശ്വസിക്കുമെന്നറിയില്ല, ദൈവം ഇതിനു വേണ്ടി എന്നെ തിരഞ്ഞെടുത്താണ്. എന്തുകൊണ്ട് എന്നെ തിരഞ്ഞെടുത്തു എന്ന് എനിക്കറിയില്ല. ചുറ്റുമുള്ള ആൾക്കാർ എന്നെ എന്തും വിളിച്ചോട്ടെ, എൻ്റെ ഈ കുഞ്ഞിനെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ഞാൻ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ജോസഫ് പറയും, മേരി നിന്നെ ഞാൻ കുറച്ച് ദിവസം അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ലോകം നിന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ. ഒരു കാര്യത്തിൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ കുഞ്ഞിനെ സ്നേഹിക്കും. നീ സമ്മതിച്ച നിന്നെയും. ഐ വിൽ ലവ് യു ആസ് ബെസ്റ്റ് ആസ് ഐ ക്യാൻ. പിന്നെ സിനിമയിൽ നടക്കുന്ന അവരുടെ കല്യാണമാണ്. ഇന്നത്തെ ഗോസ്പലിൽ മറിയത്തിൻ്റെ വിശേഷം അറിഞ്ഞു കഴിയുമ്പോൾ ജോസഫ് എന്താ തീരുമാനിച്ചേ? അവളെ രഹസ്യമായി ഉപേക്ഷിക്കണം. അവളെ മുറിവേൽപ്പിക്കാതെ മാറി നിൽക്കണം. ബ്രേക്കപ്പ് ആവുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങളും ചിത്രങ്ങളും പരസ്യമാക്കി ജീവിതം തകർക്കുന്ന നമ്മുടെ കുട്ടികൾ ജോസഫിനെ കണ്ടു പഠിക്കണം. രഹസ്യങ്ങൾ പാടി നടക്കാത്ത, ജീവിത പങ്കാളിയെ മുറിവേൽപ്പിക്കാത്ത ജോസഫാണ് നമ്മുടെ ഹീറോ.